നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. ആഗസ്റ്റ് മാസ ഫലങ്ങൾ ആണ് നമ്മളിവിടെ പറയുന്നത്. അതിലാദ്യത്തേത് അത്തം നക്ഷത്രം. ആഗസ്റ്റ് പകുതി വരെ ബുധൻ ആദിത്യ സഞ്ചാരം 11-ലാകയാൽ നേട്ടങ്ങൾ കൂടും. അത്തം നക്ഷത്രക്കാർക്ക് സ്വാധീകരണത്തിന് ഇളക്കമുണ്ടാകില്ല. തൊഴിൽ തേടുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും. വേതന വർധനവ് ഉള്ള സമയമാണ്. ശമ്പള വർധനയുള്ള ഒരു കാലഘട്ടമാണ്. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയം നേടും. ചെയ്യുന്ന തൊഴിലിനോട് തൃപ്തി ഉണ്ടാകും. കാര്യസിദ്ധിക്ക് കൂടുതൽ ഊർജവും സമയവും ചെലവഴിക്കുന്നത് ഗുണം ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവും. ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വഴക്കിന് വീട്ടിൽ ചെറിയ ചെറിയ കലഹങ്ങൾക്കും തർക്കങ്ങൾക്കും അതിർതർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് അത് ചില തർക്കങ്ങളും വഴക്കിനും ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നാലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്നൊരു സമയമാണ് അത്തം നക്ഷത്രക്കാർ. ഇപ്പോൾ പുതിയ നല്ല ഒരു മാസമാണ് അത്തം നക്ഷത്രക്കാർക്ക്. ഇനി ചിത്തിര നക്ഷത്രക്കാർ കന്നിക്കൂറുകാരിൽ പെടുന്നതാണ് ചിത്തിര നക്ഷത്രം. കന്നിക്കൂറുകാർക്ക് മാസത്തിൽ ആദ്യ പകുതിയും ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയും. ചിത്തിര ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും ഉണ്ട്. അതുകൊണ്ടാണ് ഗുണം വരും. തൊഴിൽ രംഗത്ത് വെല്ലുവിളികൾ വരാം. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ധനം കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഭൂമി സംബന്ധിച്ച ഇടപാടുകൾ അല്പ ചിലവ് കൂടും. അതും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് നല്ലതുപോലെ നോക്കി ഇട്ട ശേഷം മാത്രം അത് വാങ്ങുക. ഇനി ഭൂമി വിൽക്കാനുള്ളവരാണെങ്കിൽ തന്നെയും അബദ്ധങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ പൊള്ളയ വാഗ്ദാനങ്ങളിൽ ചെന്ന് പെടാതെ നോക്കുക. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. തൊഴിലിടങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമായിരിക്കും. പൊതുവേ ഈ മാസം കന്നിക്കൂറിൽ പെടുന്ന ചിത്രക്കാർക്കും ചിങ്ങക്കൂറിൽ പെടുന്ന ചിത്രക്കാർക്കും രണ്ടുപേർക്കും നല്ല ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അടുത്തത് ഇനി പറയുന്നത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സമയമാണ്. തൊഴിൽ മുന്നേറ്റം ഉണ്ടാകും. കഠിനാധ്വാനത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടും. ആത്മവിശ്വാസം കൂടുന്നൊരു സമയമാണ്. ചില ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അലട്ടാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിന് തക്കതമായ ചികിത്സ തേടേണ്ടുന്നൊരു സമയമാണ്. പഠന കാര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്നൊരു സമയമാണ്. ഒരുപാട് തൊഴിലിടങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടല്ലോ അതെല്ലാം മാറിക്കിട്ടും. ലോണിന് അപേക്ഷിക്കുന്നവർക്ക് അതിനുള്ള ഒരു വിധഘട്ടം. മക്കളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ ഒരു സമയമാണ്. ചിട്ടി മുതലായവ പണം ലഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ചിട്ടിത്തുക അല്ലെങ്കിൽ ലോണിന് അപേക്ഷിച്ചവർക്ക് ലോൺ വേഗം കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. പൊതുവെ ചോതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഈ 3 നക്ഷത്രക്കാർക്കും ഇപ്പോൾ പറഞ്ഞ നല്ലതാണ്. ഈ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. പല തടസ്സങ്ങളും നമുക്ക് ക്ഷേത്ര വഴിപാടുകൾ വഴി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വഴി അവിടെയുള്ള തിരുമേനിമാരെ കൊണ്ട് പേരും നാളും പറഞ്ഞ് പൂജ ചെയ്യിക്കുന്നത് അവർക്കൊരു ദക്ഷിണ കൊടുക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ചിങ്ങമാസ ഫലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വാർഷിക ഫലവും മാറ്റി വരുന്നതാണ്. നന്ദി, നമസ്കാരം.